വേനലിൽ കട്ട പിടിച്ചു കിടക്കുന്ന നിലങ്ങൾ കേരളത്തിനും തമിഴ്നാടിനും ഒരുപോലെയാണ്. മഴയുടെ അഭാവവും ഭൂജലത്തിൻ്റെ ദൗർലഭ്യവും മനുഷ്യരെയും കൃഷിയെയും ഒന്നുപോലെ നിസ്സഹായരാക്കുന്നു. വാളയാറിനപ്പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമായി കാണാം. പാലക്കാട് കോയമ്പത്തൂർ ദേശീയപാതയ്ക്കരികിലായി ഇരുവശത്തും നീണ്ടു വിരിഞ്ഞു കിടക്കുന്നത് ഇന്ന് ഉണങ്ങിയ നിലങ്ങൾ. ഇതാണ് മധുക്കരയ്ക്കടുത്തുള്ള നവക്കര ഗ്രാമം. ഇടക്കാലത്ത് മുന്തിരി കൃഷിക്ക് പേരുകേട്ടിരുന്ന സ്ഥലം. ലാഭകരമായ വിധത്തിൽ മുന്തിരി കൃഷിക്ക് നെടുനായകത്വം നൽകി മുമ്പിവിടെ കൃഷി നടത്തിയിരുന്നത് നവക്കരയിലെ കൗണ്ടർമാരാണ്. അന്നിവിടെ പാതയോരങ്ങളിൽ മുന്തിരിയുമായി വിൽപ്പനയ്ക്കിരിക്കുന്ന ഗ്രാമീണരെ കാണാമായിരുന്നു. അവരുടെ മുന്നിലെ ചെറിയ തട്ടുകളിൽ തോട്ടത്തിൽ നിന്നും ശേഖരിച്ച പുതുമ മാറാത്ത മുന്തിരിയും അവരുടെ മുഖങ്ങളിൽ പ്രത്യാശയുടെ തിളക്കവും ഉണ്ടായിരുന്നു. എന്നാൽ കഥ മാറി. നിരന്തരമായി മഴ ലഭിക്കാതായതോടെ പുത്തൻ പ്രതീക്ഷകളുമായി മുന്നേറിയ മുന്തിരി കർഷകർ ഒന്നടങ്കം തളർന്നു. നവക്കരയുടെ പെരുമയായിരുന്ന മുന്തിരി കൃഷി ഇവിടെ നിന്ന് അപ്രത്യക്ഷമായി. വന്നു ഇന്നിപ്പോൾ വരണ്ട നിലങ്ങൾ മാത്രം. അവ മഴയ്ക്ക് വേണ്ടിയും നല്ല കൃഷിക്ക് വേണ്ടിയും കാത്തുകിടക്കുന്നു. കനിവ് തേടിയുള്ള മണ്ണിൻ്റെ കാത്തുകിടപ്പ്. എന്നാൽ പുതിയ പന്ഥാവുകൾ തേടിയുള്ള മനുഷ്യരുടെ അക്ഷീണ പരിശ്രമത്തിന് അന്ത്യമാവുന്നില്ല. അതിനുദാഹരണം കാണിച്ചു തരികയാണ് ഈ യാത്ര. ഇരുവശത്തും സാമ്പ്രദായിക തമിഴ് കർഷക കുടുംബങ്ങൾ പാർക്കുന്ന ശുദ്ധഗ്രാമം. അകലെയായി നീലിച്ചു കിടക്കുന്ന വൻമലകൾ. ഈ വഴികൾ ചെന്നെത്തുന്നത് മുന്നിൽ ഓലമേഞ്ഞ് തണലിട്ട വലിയൊരു വീടിൻ്റെ മണൽ വിരിച്ച മുറ്റത്താണ്. ഇത് സുബ്ബരത്തിനം കൗണ്ടറുടെ വീട്. മുന്തിരി കൃഷിയുടെ പരാജയത്തിൽ നിന്ന് പച്ചക്കറി കൃഷിയുടെ വമ്പിച്ച വിജയസാധ്യതകൾ മനസ്സിലാക്കി മുന്നോട്ട് കുതിച്ച പോരാളിയായ കർഷകന്റെ മണ്ണ്. നവക്കര ഗ്രാമത്തിലെ കോവിൽ തോട്ടത്തിൽ താമസിക്കുന്ന 42 വയസ്സുകാരനായ സുബ്ബരത്തിന കൗണ്ടർ ഇന്ന് കായ്കറി കൃഷിയിലെ പെരിയ കൗണ്ടറാണ്. കൃഷിയോടുള്ള ഇദ്ദേഹത്തിൻ്റെ അർപ്പണ മനോഭാവം വ്യക്തമാക്കാൻ ഒറ്റ ദൃഷ്ടാന്തം മതി. നവക്കര ഗ്രാമത്തിലെ ഈ വീട്ടിൽ ടെലഫോണില്ല. ഫോണില്ല എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രമാണിയായ ഏതൊരു മനുഷ്യനും ഇന്ന് ഒഴിച്ചുകൂടാനാവാത്ത സെൽഫോണ് പോലുമില്ല. കാരണം ചോദിച്ചപ്പോൾ തൻ്റെ കൃഷിപ്പണിയെ ബാധിക്കുന്ന യാതൊന്നിനെയും താൻ തൻ്റെ 7 അയലത്തേക്ക് അടുപ്പിക്കുകയില്ല എന്നായിരുന്നു മറുപടി. കൗണ്ടർമാരുടെ പാരമ്പര്യത്തിന് വിഘാതമേൽപ്പിക്കാത്തതാണ് സുബ്ബരത്തിനത്തിൻ്റെയും ജീവിതം. അദ്ദേഹത്തിൻ്റെ പൂർവികർ വ്യവസായത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നവരായിരുന്നു. അതിൽ നിന്നു മാറി വിദ്യാഭ്യാസ കാലത്തു തന്നെ തൻ്റെ ഭാവി ഈ കായ്കറി ചെടികളിലാണെന്ന് സുബ്ബരത്തിനം തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ടുതന്നെ 12-ാം വയസ്സു മുതൽ കൃഷിത്തോട്ടത്തിലെ പണികൾ ചെയ്യുന്നതിൽ ബാലനായി സുബ്ബരത്തിനം ആഹ്ലാദം കണ്ടെത്തി. നന്നേ പുലരുമ്പോൾ മുതൽ തോട്ടത്തിൽ പണിയെടുക്കാനുള്ള ശീലവും ഉത്സാഹവും ലഭിച്ചത് അവിടെ നിന്നാണ്. ആ ശീലം ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു. 15 വയസ്സിலேயே 16 வயசுங்கும் போது விவசாயத்துக்கு வந்தாச்சு. அதுக்கு முதல்லயே ஒரு 4-5 வருஷம் விவசாயத்தில் அனுபவம். இங்கெல்லாம் வேலை பார்த்துட்டு தான் ஸ்கூலுக்கு போவோம். 11 വർഷം മുൻപാണ് പൂർവികരിൽ നിന്ന് വേറിട്ട് കാർഷിക വൃത്തിയിലേക്ക് സുബ്ബരത്തിനം തിരിയുന്നത്. നെല്ല്, കരിമ്പ് എന്നിവയായിരുന്നു അന്നത്തെ പ്രധാന കൃഷി. വെള്ളം ധാരാളം ആവശ്യമുള്ള നെല്ലിനെയും കരിമ്പിനെയും കാലാവസ്ഥ കഠിനമായതോടെ നിവൃത്തിയില്ലാതെ ഉപേക്ഷിക്കാൻ സുബ്ബരത്തിനവും തയ്യാറായി. മറ്റെന്തു ചെയ്യണം എന്ന് തുടർന്നുണ്ടായ ചിന്തയാണ് കായ്കറിയിലേക്കും മുന്തിരിയിലേക്കും വർഷങ്ങൾക്ക് മുൻപേ അദ്ദേഹത്തെ എത്തിച്ചത്. അതിൽ മുന്തിരി കൃഷി മറ്റുള്ളവർക്കെന്ന പോലെ അദ്ദേഹത്തിനും നഷ്ടമായി. പന്തലിട്ട് വിപുലമായി കൃഷി ചെയ്യാനുള്ള തൻ്റെ പദ്ധതികൾ പാളുന്നത് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ സമയത്താണ് മുന്തിരിക്കായി ഇട്ട പന്തലിൽ എന്തുകൊണ്ട് മറ്റു കൃഷികൾ പരീക്ഷിച്ചുകൂടാ ആശയം ഉദിക്കുന്നത്. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് 6 ഏക്കർ സ്ഥലം മുഴുവൻ പന്തൽ വിരിക്കുക എന്ന് പറയുന്നത് ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ചും കൃഷിയിലേക്ക് പ്രവേശിച്ചു തുടങ്ങിയ ഒരാൾ എന്ന നിലയിൽ. ഒരാൾ പൊക്കമുള്ള കൽത്തൂണുകളും കമ്പിയുമാണ് പന്തലിനായി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ 1 ഏക്കർ സ്ഥലം പന്തലിടാൻ 50,000 രൂപ ചെലവ് വരും. പന്തൽ നിർമ്മാണത്തിന് വേണ്ടി മാത്രമായി
3 ലക്ഷം രൂപയോളം സുബരത്തിനം മുതലിറക്കി. പന്തൽ കൃഷിക്കായി മാറ്റിവെച്ച 6 ഏക്കർ നിലം കൂടാതെ 3 ഏക്കറിൽ തക്കാളിയും 2 ഏക്കറിൽ വഴുതനങ്ങയും 4 ഏക്കറിൽ പച്ചമുളകും 2 ഏക്കറിൽ ബീറ്റ്റൂട്ടും 5 ഏക്കറിൽ നേന്ത്രവാഴയും ഇദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട്. വിവിധ ഇനങ്ങൾ കൃഷി ചെയ്യാവുന്ന പന്തൽ കൃഷിയിൽ ഇദ്ദേഹത്തിന് ഏറെ താൽപ്പര്യം തോന്നിയത് പീച്ചിങ്ങയോടാണ്. പീച്ചിങ്ങ വള്ളികളിൽ പൂവ് വിരിഞ്ഞത് സ്വപ്നം പോലെ. പന്തലിൽ ലതകൾ പടർന്നു കയറിയത് വർദ്ധിച്ച ആവേശത്തോടെ. ഉള്ളിലൂറുന്ന കുളിർമയോടെ സുബരത്തിനം ഈ മാറ്റങ്ങളെ കണ്ടുനിന്നു. ஈஸியாக வர்றதுன்னா பீச்சங்க. ஆனால் கண்டிப்பாக அது கிளைமேட் கண்டிஷன் வேணும். ஒன்லி வின்டர் சீசனில் மட்டும்தான் வரும் பீச்சங்க. പീച്ചിങ്ങ രണ്ടിനത്തിലുണ്ട്, ഹൈബ്രിഡ് വെറൈറ്റിയും നാടൻ വെറൈറ്റിയും. ഇതിൽ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. 32 ഡിഗ്രി സെന്റിഗ്രേഡിൽ കൂടുതൽ ചൂട് വന്നാൽ അത് ഹൈബ്രിഡ് വെറൈറ്റിയെ സാരമായി ബാധിക്കും. ഇത് സമതുലിതമായ കാലാവസ്ഥ ലഭിക്കാത്ത നാളുകളിൽ പീച്ചിങ്ങ കർഷകർ നേരിടുന്ന ദുരിതങ്ങളിലൊന്നാണ്. ഹൈബ്രിഡ് വെറൈറ്റിയുടെ പ്രധാന പ്രത്യേകത വിളവെടുപ്പിന് വേണ്ടി വരുന്ന ഹ്രസ്വകാലമാണ്. അതായത് ചെടി നട്ട് 40-ാം പക്കം വിളവെടുക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ മേന്മയും പ്രത്യേകതയും. തുടർന്ന് 60-ാം പക്കം വെച്ച് കൃത്യമായി വിളവെടുക്കാം. ഇങ്ങനെ ഒരു ചെടിയിൽ നിന്ന് 30 തവണ വിളവെടുപ്പ് നടത്തിയാൽ അടുത്ത ഘട്ടമായി വീണ്ടും ചെടികൾ നടാം. 180 ദിവസമാണ് പീച്ചിങ്ങ കൃഷിയുടെ ദൈർഘ്യം. ഈ 3 മാസ കാലയളവിനുള്ളിൽ ആകെ 10 ടൺ പീച്ചിങ്ങ 1 ഏക്കറിൽ നിന്ന് കർഷകന് ലഭിക്കും. 1 കിലോ പീച്ചിങ്ങ 6 രൂപയിൽ താഴ്ത്തി വിറ്റ ചരിത്രമില്ല. പീച്ചിങ്ങ കൃഷിയിൽ നിന്ന് ഒരു മാസം ലഭിക്കുന്ന ആകെ വരുമാനമാകട്ടെ 60,000 രൂപയാണ്. ഇതിനു വേണ്ടി വരുന്ന ചിലവാകട്ടെ 10,000 രൂപയും. പൂവിട്ട പടവലവും പാവലും സൗമ്യ സൗരഭ്യം പരത്തി ഇലകൾ നീട്ടിയത് സുബ്ബരത്തിനത്തിൻ്റെ ശുഭാപ്തി വിശ്വാസത്തിലേക്കാണ്. അതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് നാം കാണുന്ന 17 ഏക്കർ സമൃദ്ധ കൃഷിയിലേക്കുള്ള ജൈത്രയാത്ര. പീച്ചിങ്ങ ചെടികളുടെ പൂവും തളിരിലകളും സുബ്ബരത്തിനത്തിനെ മോഹിപ്പിക്കുക മാത്രമല്ല, പുതിയ കായ്കറികളിലേക്ക് പ്രവേശിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. പീച്ചിങ്ങ ഒരു വട്ടം കൃഷി ചെയ്തു കഴിഞ്ഞാൽ അടുത്തതായി അദ്ദേഹം പാവൽ കൃഷിയിലേക്ക് പ്രവേശിക്കും. ഇങ്ങനെ വിളപരിക്രമണത്തെ അതിൻ്റെ മുഴുവൻ പ്രായോഗിക തലത്തിലും ജൈവ കർമ്മത്തിലും അനുഷ്ഠിക്കുന്ന ഒരു കർഷകോത്തമൻ കൂടിയാണ് ഈ കൗണ്ടർ. പച്ചിലകൾ കാറ്റിനെ തഴുകി നിൽക്കുന്ന ഈ തോട്ടം മനസ്സിനെ പിടിച്ചെടുക്കും. പാവയ്ക്ക വള്ളികളുടെ ഇളം കയ്പിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗന്ധം കൂടി ഈ തോട്ടത്തിന് ചുറ്റുമുണ്ട്. വിളഞ്ഞ മുഴുത്ത പാവയ്ക്കകൾ ഇരുണ്ട പച്ച നിറത്തിലും ചന്ദനവർണ്ണത്തിലും ഈ തോട്ടത്തെ സമൃദ്ധമാക്കുന്നു. ഇവിടുത്തെ വിള ഏത് കർഷകനെയും മോഹിപ്പിക്കുന്നതാണ് എന്ന് വിചാരിക്കുന്നതിൽ അതിശയമുണ്ടാകില്ല. നിലമൊരുക്കി വിത്തിട്ട് പാവൽ തൈ മുളപ്പിച്ച് പന്തലിലേക്ക് കയറ്റുന്നു. 6 മാസമാണ് പാവൽ കൃഷിയുടെ ദൈർഘ്യം. ഇതിനിടയിൽ അനേകം വിളവെടുപ്പുകൾ. 1 കിലോ പാവയ്ക്കയ്ക്ക് 7 രൂപയാണ് ശരാശരി വില. നന്നായി പരിചരിച്ചാൽ 1 ഏക്കറിൽ നിന്ന് 12 ടൺ വിളവെടുക്കാനാകും. 6 മാസം നീളുന്ന ഒരു കൃഷിയിലൂടെ പാവയ്ക്ക നൽകുന്ന ആകെ വരുമാനം 84,000 രൂപ. ഇതിൽ 24,000 രൂപ കൃഷി ചെലവ് വരും. 60,000 രൂപ 1 ഏക്കർ പാവയ്ക്ക കൃഷിയിൽ നിന്ന് ഇദ്ദേഹത്തിന് ലാഭമായി ലഭിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ കൃഷിരീതികളിൽ നിർണായകമായി സ്വാധീനം ചെലുത്തുന്നതാണ് സീസണുകൾ. അത് വിളവെടുപ്പിൻ്റെയും വിപണിയുടെയും അപ്രതീക്ഷിത വഴികൾ തുറക്കുന്ന കൗശലം. കർഷകന്റെ നിതാന്ത ജാഗ്രതയ്ക്കും ശ്രദ്ധയ്ക്കും ഇതിലേറെ നല്ലൊരു ഉദാഹരണം പറയാനില്ല. അതിൻ്റെ മിഴിവുറ്റ രീതിയാണ് ഇദ്ദേഹത്തിൻ്റെ പടവലങ്ങ കൃഷി. നെടുനീളത്തിൽ പന്തലിൽ തൂങ്ങിക്കിടക്കുന്ന പടവലങ്ങ കീഴോട്ട് മാത്രം വളരുമ്പോൾ സീസൺ നന്നായാൽ മേലോട്ട് വളരുന്നത് കർഷകന്റെ കീശയാണ്. അത് വിപണിയുടെ ഗതി അനുസരിച്ച് തീരുമാനിക്കപ്പെടുന്ന വിധി. മറ്റ് കൃഷികളെ അനുസരിച്ച് തൂക്കത്തിലല്ല പടവലങ്ങയുടെ മാർക്കറ്റ് വില നിശ്ചയിക്കപ്പെടുന്നത്, അതിൻ്റെ എണ്ണത്തിലാണ്. 1 ഏക്കർ ഭൂമിയിൽ നിന്ന് സുബ്ബരത്തിനത്തിന് ഏകദേശം 60,000 എണ്ണം പടവലങ്ങ ഒരു സീസണിൽ ലഭിക്കും. ഒരെണ്ണത്തിന് 1 രൂപ എന്ന നിരക്കിൽ പടവലങ്ങയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം 60,000 രൂപയാണ്. ഇതിൽ കൃഷിയുടെ ചെലവിനത്തിൽ 20,000 രൂപ നീക്കിവെക്കണം. സീസൺ കൃഷിയായ പടവലങ്ങയുടെ ലാഭം 40,000 രൂപ.
ഇങ്ങനെ നോക്കിയാൽ ഒരു വർഷത്തിൽ സുബരത്തിനം ഏർപ്പെടുന്ന വിള പരിക്രമണത്തിലെ കൃഷികൾക്ക് 3 ഘട്ടമുണ്ടെന്ന് കാണാം. പീച്ചിങ്ങയും പാവലും പടവലവും പങ്കിട്ടെടുക്കുന്ന ഒരു വർഷത്തെ 3 ഘട്ടങ്ങൾ. പന്തലിനെ ഉപജീവിച്ചു ചെയ്യാവുന്ന ഈ കൃഷിരീതികൾക്ക് പുറമെ തൻ്റെ കൃഷിയിടത്തിൽ സുബരത്തിനം ചെയ്തു നോക്കി വിജയിപ്പിച്ചത് അനേകം കായ്കറികളാണ്. പന്തൽ വേണ്ടാത്ത, ചെറിയ താങ്ങോ തണലോ ആവശ്യമില്ലാത്ത, ആഴത്തിൽ വേരിറങ്ങാത്ത കായ്കറികൾ അസാധ്യമായ ഫലം തന്നു എന്ന് സുബരത്തിനം സമ്മതിക്കുന്നു. തക്കാളി ബമ്പർ പ്രോഫിറ്റ് 98, അതൊന്നും കണക്കിലില്ലാത്ത പ്രോഫിറ്റ്. 1998 കോയമ്പത്തൂർ ജില്ലയിലെ കായ്കറി കർഷകർ ഒരിക്കലും മറക്കില്ലാത്ത ഒരു പ്രാധാന്യമാണ് ഈ വർഷത്തിനുള്ളത്. തക്കാളിക്ക് ചരിത്രത്തിലില്ലാത്ത വിധം വില ഉയർന്നത് അന്നാണ്. പലരും അതോടെ സമ്പന്നരായി. 1 കിലോ തക്കാളിക്ക് വിപണിയിൽ 19 രൂപയായി വില ഉയർന്നു. 5 ഏക്കർ തക്കാളി കൃഷിയിൽ നിന്ന് 16,000 ടൺ തക്കാളി വിളവെടുത്തു. 32 ലക്ഷം രൂപയാണ് ആ വർഷം ഇവിടെ നിന്ന് വരുമാനം ലഭിച്ചത്. ഇതിൽ ചിലവുകൾക്കും മറ്റുമായി വേണ്ടി വന്ന തുക കിഴിച്ച് 14 ലക്ഷം രൂപ ലാഭം കിട്ടി. ഇവിടുത്തെ തക്കാളി കർഷകർക്കെല്ലാം മറക്കാൻ പറ്റാത്ത വിളവെടുപ്പ് കാലമായിരുന്നു അത്. അതിനുശേഷം വിപണിയിൽ മാന്ദ്യമുണ്ടാകുകയും തക്കാളിക്ക് വൻ വിലയിടിവ് കാലക്രമേണ സംഭവിക്കുകയും ചെയ്തു. ഇന്ന് ഇത് 10 കിലോ വരുന്ന ഒരു കൂട തക്കാളിക്ക് 19 രൂപ എന്ന നിലയിലേക്ക് ഭീമമായി താഴ്ന്നിരിക്കുന്നു. தக்காளி மேலே அவ்வளோ ஒரு மோகம். உங்களுக்கு நாற்று விட்டால் 20 நாள். തനിക്ക് ദൈവം തന്ന കനിയാണ് തക്കാളിയെന്ന് സുബരത്തിനം വിശ്വസിക്കുന്നുണ്ട്. നനച്ചിരിക്കാത്ത നേരത്ത് തന്നെ വന്ന് പുലുകിയ ഈ സുവർണ കനിയെ ഈ മോശം സീസണിലും കൈവിടാൻ ഇദ്ദേഹം തയ്യാറില്ല. ഇപ്പോഴും തൻ്റെ കൃഷിയിടത്തിൽ 3 ഏക്കർ നിലം ഇദ്ദേഹം തക്കാളി കൃഷിക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. വില ഉയരും എന്ന ഈ പ്രത്യാശ ഇന്ന് കോയമ്പത്തൂർ ജില്ലയിലെ പല കർഷകർക്കുമുണ്ട്. കാരണം അത്ര കനത്ത ലാഭമായിരുന്നു 1998 വിളവെടുപ്പ് കാലത്ത് അവർക്ക് തക്കാളി നൽകിയത്. ചുവന്ന് തുടുത്ത മിടുക്കൻ തക്കാളിയും വലിയ ഇലകൾക്കുമേലെ ഇറക്കി വെച്ചതുപോലെ വിശ്രമിക്കുന്ന കോളിഫ്ലവറും വയലറ്റ് നിറത്തിൽ മിന്നുന്ന കത്തിരിക്കയും രക്തപ്രസാദമുള്ള ഉശിരൻ ബീറ്റ്റൂട്ടും ഇവിടുത്തെ സമ്പന്നത വിളിച്ചോതുന്നു. താരതമ്യേന കീടശല്യവും രോഗങ്ങളും കുറവായ ഇത്തരം നിലത്ത് വളരുന്ന കായ്കറികൾക്കും അത്യാവശ്യമായത് തികഞ്ഞ ശ്രദ്ധയോടെയുള്ള പരിചരണമാണ്. സുബരത്തിനം മറ്റെല്ലാം മാറ്റിവെച്ച് തൻ്റെ പ്രിയ സന്താനങ്ങളെ പരിപാലിക്കുമ്പോൾ കൃഷിയിലൂടെ ലഭിക്കുന്ന ആനന്ദത്തിനും ആത്മസാക്ഷാത്കാരത്തിനും കൂടി കോവിൽ തോട്ടത്തിൻ്റെ പ്രകൃതി സാക്ഷിയാകുന്നു. ഇത് സുബരത്തിനത്തിൻ്റെ മറ്റൊരു കൃഷിയായ ബീറ്റ്റൂട്ട്. ഇംഗ്ലീഷ് വെജിറ്റബിളിൽ പേരെടുത്ത ബീറ്റ്റൂട്ടിന് കാര്യമായ രോഗങ്ങൾ ഒന്നും തന്നെ വരികയില്ല എന്ന ഗുണമുണ്ട്. ഒരു വിത്തിൽ നിന്ന് ഒരു ഫലമാണ് ബീറ്റ്റൂട്ട് ഉൽപ്പാദിപ്പിക്കുക. 1.5 അടി വീതിയിൽ നീളത്തിൽ മണ്ണ് കോരി വെച്ച തടത്തിലാണ് ഇത് നടുന്നത്. ചെടികൾ തമ്മിൽ 5 ഇഞ്ച് അകലം വേണം. രോഗബാധയേൽക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള മരുന്നുകളും വളപ്രയോഗവും ബീറ്റ്റൂട്ടിന് വേണ്ട. 60 മുതൽ 70 വരെ ദിവസങ്ങൾ മതിയാകും ഇതിൽ നിന്ന് വിളവെടുക്കാൻ. பீட்ரூட் நான் இப்போ 1.5 ஏக்கர் போட்டிருக்கேன். டியூரேஷன் ரொம்ப கம்மியான விவசாயம். താരതമ്യേന മികച്ച വിളവ് തരാൻ കഴിയുന്ന കായ്കറിയാണ് ബീറ്റ്റൂട്ട്. ഉഴുതുമറിച്ച നല്ല ഇളക്കവും വളക്കൂറുമുള്ള മണ്ണും ജലസേചന സൗകര്യവുമാണ് ഈ കൃഷിക്ക് വേണ്ട അവിഭാജ്യ ഘടകങ്ങൾ. എന്നാൽ മറ്റൊരു കൃഷിക്കും കൊടുക്കാത്ത പ്രാധാന്യം വിളവെടുപ്പ് കാലത്ത് സുബരത്തിനം ബീറ്റ്റൂട്ടിന് നൽകുന്നുണ്ട്. അതിനിടയാക്കുന്നത് അങ്ങകലെ കിടക്കുന്ന ഊട്ടിയിലെ തണുത്ത കാലാവസ്ഥയും അവിടുത്തെ കൃഷിക്കാരുടെ ബീറ്റ്റൂട്ടുമാണ്. കാരണം ശീതമേഖലയിൽ വളരേണ്ട ചെടിയാണ് ബീറ്റ്റൂട്ട്. തണുപ്പേറിയ പ്രകൃതിയിൽ വളരുമ്പോൾ ബീറ്റ്റൂട്ടിന് കിട്ടുന്ന ഗുണമേന്മ എത്രയധികം നന്നായി പരിചരിച്ചാലും നവക്കരയിലെ ചൂടുമണ്ണിൽ നിന്ന് ലഭിക്കുകയില്ല. ഇത് വിപണിയിലെ ഗ്രേഡിങ്ങിനെ സാരമായി ബാധിക്കുകയും വരണ്ട പ്രദേശത്ത് നിന്ന് വരുന്ന ബീറ്റ്റൂട്ടിനെ വിപണിയിൽ നിന്ന് പിന്തള്ളുകയും ചെയ്യും. ഗ്രേഡ് 1 ബീറ്റ്റൂട്ടുകളുടെ പ്രിയത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നതാണ് തൻ്റെ സ്വപ്നമെന്ന് സുബരത്തിനം പറയുന്നു. അതുകൊണ്ട് തന്നെ വിളവെടുപ്പ് കാലത്ത് ജോലിക്കാർക്കൊപ്പം മുഴുവൻ സമയം നിന്ന് സുബരത്തിനം വിളവെടുപ്പിനെ വിലയിരുത്തുന്നു. ഊട്ടിയിലെ വിപണി ഒരു ബാലികേറ മലയായി ദൂരെ കാണുമ്പോഴും
വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെ അദ്ദേഹം കൃഷിയിൽ മുഴുകുന്നുണ്ട്. മുറിച്ചാൽ ചോര കിനിയുന്നത് പോലെ തോന്നിപ്പിക്കുന്ന ഈ ഫലം അദ്ദേഹത്തിൻ്റെ നിതാന്ത ജാഗ്രതയുടെ ഫലം തന്നെ. 2 മാസം കൊണ്ട് പൂർത്തിയാവുന്ന കൃഷിയിൽ ഒരേക്കറിൽ നിന്ന് 10 ടണ്ണോളം ബീറ്റ്റൂട്ട് സുബ്ബരത്നത്തിന് ലഭിക്കും. മാർക്കറ്റിലെ ആവശ്യകതയനുസരിച്ച് ബീറ്റ്റൂട്ടിൻ്റെ വില 2.5 മുതൽ 10 രൂപ വരെ ഉയരാറുണ്ട്. ഏതു വിധത്തിൽ വിലയിടിച്ചിലുണ്ടായാലും കാര്യമായ മുതൽ മുടക്ക് ആവശ്യമില്ലാത്ത ബീറ്റ്റൂട്ട് കൃഷിയിൽ നിന്ന് ഒറ്റത്തവണ 10,000 രൂപയുടെ വരുമാനമുണ്ടാക്കാനാവും. ആമാശയത്തിൻ്റെ ഘടനയെയും രുചിയുടെ വിപ്ലവത്തെയും അട്ടിമറിക്കാൻ പോന്ന അനേകം കായ്കറികൾ തണുപ്പു രാജ്യങ്ങളിൽ നിന്ന് കാലാകാലങ്ങളിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിലൊട്ടും പ്രാധാന്യം കുറവില്ലാത്തതും സസ്യേതര ഭക്ഷണത്തിൻ്റെ ശൈലിയെ സസ്യഭക്ഷണ പ്രേമികളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതുമായ ഇംഗ്ലീഷ് വെജിറ്റബിളാണ് കോളിഫ്ലവർ. സുബ്ബരത്നം തൻ്റെ കൃഷിയിടത്തിലെ 10 ഏക്കർ ഭൂമി കോളിഫ്ലവർ കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. കണ്ണെത്താ ദൂരത്തോളം ആകാശ നീലിമ അലിഞ്ഞു കിടക്കുന്ന കോളിഫ്ലവർ നിലം, ഇലകൾക്ക് നേർത്ത ചാരവർണ്ണം കലർന്ന ഇളം നീല നിറം. ആകാശത്തിൻ്റെ ഒരു തുണ്ട് മുറിഞ്ഞു കിടക്കുന്നതുപോലെ വേനൽക്കാലത്തെ പൊൻവെയിലിൽ നവക്കരയുടെ ഈ മടിത്തടം കാണാം. காலிஃப்ளவர் டியூரேஷன் ரொம்ப கம்மியானது தான். நாற்றுலேருந்து ஒரு 70 நாள். ഹാർവെസ്റ്റിംഗ് ரொம்ப ഈസി. ഒട്ടേറെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന കോളിഫ്ലവർ കൃഷിയിൽ എടുത്തു പറയേണ്ട മേന്മ അതിൻ്റെ വിളവെടുപ്പിന് വേണ്ടിവരുന്ന നിസ്സാര മുതൽ മുടക്കാണ്. സുബ്ബരത്നത്തിൻ്റെ തോട്ടത്തിൽ വിളവെടുപ്പ് കാലമായിരുന്നു. പണിക്കാർക്കൊപ്പം ഉത്സാഹശാലിയായ ഈ മനുഷ്യനും സദാനേരവും തോട്ടത്തിലുണ്ടാവും. ഏകദേശം 100 ചാക്കുവരെ വിളവെടുപ്പ് നടത്താൻ ഒരു ദിവസം ഒരു ജോലിക്കാരന് കഴിയും. ശരാശരി 5 പൈസ മാത്രമാണ് കോളിഫ്ലവർ ഒന്നിൻ്റെ വിളവെടുപ്പിന് വേണ്ടിവരുന്നത്. ഒരേക്കറിൽ 18,000 ചെടിയാണ് കൃഷി ഇറക്കുന്നത്. ഒരു ഫ്ലവറിന് 5 രൂപ മാർക്കറ്റിൽ വില ലഭിക്കും. വളരെ കുറഞ്ഞ മുതൽ മുടക്ക് മാത്രം ആവശ്യമായി വരുന്നതിനാൽ ഒരു ഫ്ലവറിൽ 1 രൂപ നിരക്കിൽ മുതൽ മുടക്ക് കണക്കാക്കാം. അങ്ങനെയെങ്കിൽ 4 രൂപയാണ് ഒരു ഫ്ലവറിൽ നിന്ന് കർഷകന് കിട്ടുന്ന ലാഭം. ഒരേക്കറിൽ നിന്ന് 90,000 രൂപ കോളിഫ്ലവറിൻ്റെ വരുമാനമായി ലഭിക്കും. അതിൽ 30,000 രൂപ കൃഷി ചെലവായി മുടക്കേണ്ടി വരും. 60,000 രൂപയാണ് ഒരു കൃഷിയിലൂടെ ഇദ്ദേഹത്തിന് കോളിഫ്ലവർ നൽകുന്ന വരുമാനം. എന്നാൽ ഈ ലാഭക്കണക്കിനെ ആക്രമിക്കാൻ ബീറ്റ്റൂട്ട് വിപണിയിലെന്ന പോലെ കോളിഫ്ലവറിലും ഊട്ടിയിലെ വിപണി എതിർവശത്തുണ്ട്. പ്രത്യേകിച്ചും ഊട്ടിയിലെ തണുപ്പിൽ വളരുന്ന കോളിഫ്ലവറിന് പ്രിയം കൂടുമ്പോൾ ആ ഗുണമേന്മയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുക ശ്രമകരമാണ്. കൃഷിയല്ലാതെ താൻ മറ്റൊന്നും ചെയ്യുകയില്ലെന്ന് ശഠിച്ചു പറയുന്ന സുബ്ബരത്നം തൻ്റെ ഉടമസ്ഥതയിലുള്ള 17 ഏക്കർ ഭൂമിയിലെ കൃഷി മതിയാകാതെ വേറെ 5 ഏക്കർ പാട്ടത്തിനെടുത്ത് അവിടെ കത്തിരിക്ക കൃഷി ചെയ്തു വരുന്നു. നിലത്തു നിന്നും 2.5 അടി മുതൽ 3 അടി വരെ മാത്രം ഉയരം വയ്ക്കുന്ന കത്തിരിക്കാത്തോട്ടത്തിൽ കീടബാധ വരാൻ സാധ്യത വളരെ കൂടുതലാണെങ്കിലും രോഗബാധ വളരെ കുറവാണെന്ന് ഇദ്ദേഹം പറയുന്നു. കീടങ്ങളെ സമർത്ഥമായി കൈകാര്യം ചെയ്യുന്നതിൽ വിജയിച്ചാൽ തന്നെ പാതി പണി കഴിഞ്ഞു എന്നർത്ഥം. മറ്റേത് കൃഷിയേക്കാളും അധികം ശ്രദ്ധ വേണ്ടത് കത്തിരിക്കയിലാണ്. ഒരേക്കറിൽ 10 ടൺ കത്തിരിക്ക വിളവ് ലഭിക്കും. ശരാശരി വില കിലോയ്ക്ക് 5 രൂപ വരെ ലഭിക്കാറുണ്ട്. കൃഷിച്ചെലവിനത്തിൽ വേണ്ടി വരുന്നത് 10,000 രൂപയാണ്. ലാഭമാകട്ടെ 35,000-ഉം. வாழை தான் மெயின். எங்களுக்கு இந்த ஏரியாவுக்கே கிராப்னா வாழை தான். வாழைன்னு சொல்கிறத விட நேந்திரன்னே சொல்லலாம். നേന്ത്രവാഴയുടെ സാധ്യതകൾ മനസ്സിലാക്കിയാണ് സുബ്ബരത്നവും തൻ്റെ കൃഷിയിടത്തിൽ വാഴ നട്ടിരിക്കുന്നത്. തമിഴരുടെ ശീലത്തിന് വിരുദ്ധമായി നേന്ത്രവാഴയാണ് 10 ഏക്കറിൽ ഇദ്ദേഹം നട്ടുനനച്ച് വളർത്തുന്നത്. ഒരു കുലയ്ക്ക് 30 കിലോ വരെ തൂക്കം കിട്ടും. ഇതിപ്പോൾ 40 കിലോയായി ഉയർന്നിട്ടുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു. ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി തൻ്റെ കൃഷിയിടത്തിൽ ടിഷ്യൂ കൾച്ചർ കൃഷി വ്യാപകമാക്കുകയാണ് സുബ്ബരത്നം. നാടൻ ഇനങ്ങളെ അപേക്ഷിച്ച് ടിഷ്യൂ കൾച്ചർ വാഴയ്ക്കുള്ള പ്രധാന തകരാറ് അതിലാക്രമിക്കുന്ന കീടങ്ങളുടെ ബാഹുല്യമാണ്. എന്നാൽ വിഷം തളിച്ച് കീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് പകരം നിത്യവും തൻ്റെ വാഴത്തോട്ടത്തിലെത്തി കീടങ്ങളെ കൈകൊണ്ട് പെറുക്കിയെടുത്ത് നശിപ്പിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. തൻ്റെ കൃഷിഭൂമിയിലെ വിവിധ പണികൾക്കായി 20 തൊഴിലാളികളാണ് സുബ്ബരത്നത്തിനുള്ളത്. അവരെല്ലാവരും തോട്ടത്തിനുള്ളിൽ തന്നെ താമസിക്കുന്നു.
വെറും +2 വിദ്യാഭ്യാസം മാത്രമുള്ള ഈ 42കാരന് ഇന്ന് കായ്കറി കൃഷിയിൽ അസാധ്യമായിട്ടൊന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ വാർഷിക ആദായം 10 ലക്ഷം രൂപയാണ് എന്നറിയുമ്പോൾ നാം വിസ്മയിക്കാത്തതും അതുകൊണ്ട് തന്നെ. അമ്മയും ഭാര്യയും കുട്ടിയും ഒന്നിച്ച് സന്തുഷ്ടനായി ജീവിക്കുന്ന സുബ്ബരത്തിനത്തിന് ഒരു ചിന്തയേ ഉള്ളൂ: കൃഷി, കൃഷി മാത്രം. ஒன்லி எனக்கு விவசாயம் எவ்வளோ கஷ்டப்பட்டாவது இதில் பண்ணணும் அப்படிங்கிறது. தண்ணியே ரொம்ப ரொம்ப ட்ராட் ஆன போதும் கூட விவசாயம் தான் பிடிக்கும். നല്ലൊരു കൃഷിക്കാരനാവാൻ വേണ്ടി രാവിലെ 5:30 ആരംഭിക്കുന്ന കഠിനാധ്വാനം ഇദ്ദേഹം വൈകിട്ട് 6:30 മണി വരെ തുടരും. വർഷങ്ങളായി നീളുന്ന ഒരു സപര്യയാണിത്. ഒരു വിത്താണ് ഈ മനുഷ്യൻ. ധാരാളം അനുഭവങ്ങൾ നിറഞ്ഞ ഒരു വിത്ത്. അതിൽ നിന്ന് കാർഷിക വിസ്മയങ്ങളുടെ പുതിയ മുളകൾ വരാനിരിക്കുന്നതേയുള്ളൂ. അകലെ കാണുന്ന അസ്തമനത്തിലേക്ക് നീണ്ടുകിടക്കുന്ന കർമ്മഭൂമിയിലൂടെ സുബ്ബരത്തിനം തനിയെ നടന്നു പോകുന്നു, അനുഭവങ്ങൾ വിരിയുന്ന പുതിയ പ്രഭാതങ്ങൾക്കു വേണ്ടി.